റോൾസ് റോയ്സ് മ്യൂസിയത്തിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇലക്ട്രോമറിമണിയ. നമ്മളിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലേക്കാണ്. ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ ഒരു ടോള് മേടിച്ചു. 1 വർഷത്തേക്കുള്ള ടോളാണിത്. ഇതിന് 40 ഫ്രാങ്കിഷ്, അതായത് സ്വിസ് ഫ്രാങ്ക് ആണ് വിലയെന്ന് പറയുന്നത്. അതായത് 44 യൂറോ ആണ്. ബോർഡറിൽ നിന്ന് മേടിക്കുക. അടാക്കിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഏകദേശം 59 അടുപ്പിച്ച് വില വരും. പിന്നെ ഒരു ഓസ്ട്രിയയുടെ ഒരു ഇതുകൂടി മേടിച്ചു, പിന്നേറ്റം കൂടി മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളത് ഒട്ടിച്ചു. നമ്മൾ വീണ്ടും മോട്ടോർ വേയിലേക്ക് കയറുകയാണ്. നമ്മൾ ആ ഒരു വിക്കറ്റ് മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. Proceed on the current motorway. നമ്മൾ വീണ്ടും ജർമ്മനിയിൽ നിന്നും ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡിലേക്കുള്ള റോഡിലേക്കാണ് കയറുന്നത്. രാവിലെ തന്നെ വളരെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിലേക്ക് പോകണ വഴി നമ്മൾ ഈ ഒരു റൂട്ട് സെലക്ഷൻ എന്ന് പറയുന്നത് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബോർഡർ വഴിയാണ് പോകേണ്ടത്. ഓസ്ട്രിയയിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യമായി മനസ്സിലേക്ക് ഓടിയെത്തുന്നത് റോൾസ് റോയ്സിൻ്റെ മ്യൂസിയമാണ്. അങ്ങോട്ടത്തേക്ക് തന്നെ പിടിച്ചു കളയാം എന്ന് ആദ്യം കരുതി. കാരണം ഈ ഒരു മഴ പെട്ടെന്നുണ്ടായതാണ്. കാരണം മലകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ മഴയെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ആദ്യം തന്നെ ഒരു തുരങ്കത്തിലേക്കാണ് കടന്നത്. തുരങ്കങ്ങൾ പലതുണ്ട്. 6.5 കിലോമീറ്റർ മുതൽ മുകളിലോട്ട് ഇങ്ങനെ കണക്കില്ലാത്ത തുരങ്കങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രൈവറ്റ് ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ടെന്റ് അടിക്കുക, ക്യാമ്പിംഗ് പ്ലാറ്റ്സ്. ടെന്റ് അടിച്ചേക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോൾസ് റോയ്സ് മ്യൂസിയത്തിലേക്കാണ്. റോൾസ് റോയ്സ് മ്യൂസിയത്തിലേക്ക് പോകുന്ന ദിവസം ഭയങ്കര മഴയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഏകദേശം മഴ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ പോലും നമുക്ക് ഇതിൽ കൂടി ഓടിക്കാം കേട്ടോ. കാരണം അത് സിഗ്സാഗ് ഇട്ടിരിക്കുന്നുണ്ടോ. ഓവർടേക്കാൻ അവസാനിച്ചതാണ്, പാടുണ്ട്, കുഴപ്പമില്ല. എന്തൊരു വഴി! വേൾഡ് ഫൈനസ്റ്റ് മ്യൂസിയം എന്താ വേണ്ട, റോൾസ് റോയ്സിൻ്റെ മ്യൂസിയമാണ് ഇതെല്ലാം. ആരുമില്ല. വളരെ മനോഹരമായിട്ടുള്ള ഓസ്ട്രിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓസ്ട്രിയയിലുള്ള റോൾസ് റോയ്സിൻ്റെ മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്. തെരഞ്ഞു പിടിച്ചാണ് നമ്മൾ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. വളരെ ചെറിയൊരു മ്യൂസിയമാണ്. വളരെ റെയർ ആയിട്ടുള്ളൊരു കാർ കളക്ഷൻ ഇട്ടുണ്ട്. അത് കാണാനായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കേട്ടോ, റോൾസ് റോയ്സിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ. നല്ല രസമുണ്ട്.
ഒറിജിനൽ പെയിൻ്റ് ആണ്. ആയിരത്തി 1970 വരെയുള്ള റോൾസ് റോയ്സിൻ്റെ മോഡലാണിതെന്ന് പറയുന്നത്. റോൾസ് റോയ്സ് 20 ഹോഴ്സ് പവർ 1926 വരെയാണ്. അപ്പോൾ ബുഗാട്ടിയിൽ 57 ടൈപ്പ് 57 എന്ന് പറയുന്നത് 1937 വരേക്ക് ഇതുണ്ടായിരുന്നു. ഡോഡ്ജിൻ്റെ D11 എന്ന് പറയുന്നതും ഏകദേശം ഇതെല്ലാം ഒരേ പ്ലാറ്റ്ഫോമാണ്. റോവറിൻ്റെ 2000 ഇതെല്ലാം. ഹെർമൻ ഗ്രാബർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്. എൻ്റെ വലിപ്പം കഴിഞ്ഞൊരു വീട്ടിൽ ഹെഡ്ലൈറ്റ് ഉണ്ട്. ലൂക്കാസിൻ്റെ ആണ് കേട്ടോ. ലൂക്കാസിൻ്റെ ബ്രാൻഡ് കണ്ടോ. വളരെ പെർഫെക്റ്റ്. കൊള്ളാലേ. സൂപ്പർ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. റോൾസ് റോയ്സിൻ്റെ ലോഗോ ഇവിടെ ഉണ്ട്. റോൾസ് റോയ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, പഴയകാല ഉപകരണങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഫാക്ടറിയുടെ ആ പഴയ എൻജിൻസൊക്കെ ഇരിക്കുന്നുണ്ടോ, 6 സിലിണ്ടർ എൻജിൻസ്. ബെഞ്ച് വൈസ് ഇവരുടെ പഴയകാല ഉപകരണങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെയ്ഡ് ലൈക്ക് എ റോൾസ് റോയ്സ് ടെസ്റ്റ് ദാറ്റ് റെൻഡർ ദിസ് ഫ്രൈസ് വേൾഡ് വൈഡ് സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ് എടുത്തിരിക്കാനുണ്ട് ഒരാൾ. യന്ത്രങ്ങൾ കണ്ടോ. റോൾസ് റോയ്സിൽ തന്നെയാണ് ഷിപ്പിലും റോൾസ് റോയ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹാൻഡ് ഉണ്ടോ, സെറ്റപ്പ് ആണ് കേട്ടോ. അതിവിടെയൊക്കെ ഒരു എൻജിൻ കണ്ടോ, സൂപ്പറായിട്ടുള്ള അല്ലേ. അത് മെഷീനൊക്കെ പ്രവർത്തിക്കാനുള്ള ആ ഒരു സ്റ്റീം എഞ്ചിനാണെന്ന് തോന്നുന്നത് അല്ലേ. സ്റ്റീം എഞ്ചിൻ എല്ലാം റോൾസ് റോയ്സ് ഉണ്ടാക്കിയത് കേട്ടോ. അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1904 കുറേ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത്. ഭയങ്കര സെറ്റപ്പ് അല്ലേ. സ്പാർക്ക് പ്ലഗ് കണ്ടോ വെച്ചിരിക്കുന്നത്. 6 സിലിണ്ടറിൻ്റെ എഞ്ചിനാണ് കണ്ടോ. ആ ഒരു ടയറൊക്കെ കണ്ടോ. ഇലക്ട്രോൺ പറയുമ്പോൾ അതിനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. 7 റോൾസ് നടക്കുമ്പം കളക്ഷൻസ് എന്താ പൊന്നുണ്ട്. ടയറിൻ്റെ ആ ഒരു ഇതുണ്ടോ പ്രശ്നമൊന്നുമില്ല. അതായത് 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനകത്ത് അത് ഓരോന്നിനും ട്വിൻ സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട്. ഇത് ഇപ്പോഴത്തെ എഞ്ചിന് നമുക്ക് ട്വിൻ സ്പാർക്ക് പ്ലഗ് തന്നായിരുന്നെങ്കിലേ സൂപ്പറായിരുന്നു. പക്ഷെ നമുക്ക് 2 ഇഞ്ചക്ടർ വന്നിട്ടുണ്ട്. 2 ഇഞ്ചക്ടർ ഇതുണ്ട് ഒരു സിലിണ്ടർ. അപ്പം നമുക്ക് ടോട്ടലി 8 ഇഞ്ചക്ടർ ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. ഒന്ന് പോർട്ട് ഇഞ്ചക്ഷനുണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ 2 ഉണ്ട്. തല്ലിയാ ഇതുണ്ടോ, അതിൻ്റെ ആക്സിലൊക്കെ ഉണ്ടോ, ആക്സിൽ കണ്ടോളൂ. അതായത് ഹൗസിങ് അല്ലേ, പഴയ ടൈപ്പിലുള്ള ഹൗസിങ്. അതായത് ഇതിൻ്റെ അകത്തുകൂടിയാണ് ഗിയർ ബോക്സ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് ചെയിൻ ഡ്രിവൺ ആണ്ടോ. കംപ്രസറുകൾ ബാക്കിയുള്ള ആക്സിലറീസ് എല്ലാം ചെയിൻ ഡ്രിവൺ ആണ്ടോ.
അതായത് എൻജിൻ്റെ ബാക്കി കണ്ടോളയാ, എൻജിൻ്റെ നിന്ന് ഇങ്ങോട്ട് ഗിയർ ബോക്സ് ഉണ്ടോ, ക്ലച്ച് കാര്യങ്ങൾ ബാക്കിയല്ല, പറഞ്ഞാൽ മനസ്സിലല്ലേ, ക്ലച്ച് ബാക്കി കാര്യങ്ങളെല്ലാം, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള എന്താ ബ്രേക്കിംഗ് ആണ് എന്താണെന്ന് അറിയാൻ വയ്യ, ആക്സിലറേറ്റർ ക്ലച്ച് എല്ലാം, ഹാൻഡ് ബ്രേക്ക് ഗിയർ കാര്യങ്ങളെല്ലാം കണ്ടോളയാ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ഉണ്ടോ. ആ അത് മാത്രമല്ല ഇതിനകത്തുകൂടി ഇത് ഉപയോഗിക്കുന്നുണ്ടോ ബാക്ക് സൈഡിലോട്ട്. മനോഹരമാണല്ലേ. ആ പഴയ ബാഡ്ജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അളിയോ അതന്നെ അളിയോ. ആ റോൾസ് റോയ്സിൻ്റെ തടിയുടെ ഫ്രെയിമുണ്ടോ. അല്ലല്ല തടിയുടെ വേളി കൂടി ചെയ്യുന്നേ അത് അവിടെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആയിരിക്കും ബോഡി ഫുള്ള് പണിക്കുന്ന തടിക്കത്താ. അതാ കളയാ. ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഇതുണ്ടോ, ഇതുണ്ടോ മോട്ടോർ സൈക്കിളുണ്ടോ, ഇതുണ്ടോ ഗിയർ ഉണ്ടോ, ഇതാ ഗിയർ. അതെ അത് അതായത് സ്കോട്ടിൻ്റെ മോഡൽ BMW ബൈക്കുണ്ടോ, BMW ബൈക്ക് ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ എപ്പോഴും റിസ്റ്റോർ ചെയ്തെടുത്ത് വെച്ചാൽ മതി പിള്ളേർ. BMW ബൈക്കുണ്ടോ. ഓ ഏത് പക്ഷെ അത് അതെ. പക്ഷേ കേട്ടോ സോറി ഇതൊക്കെയാണ് മറ്റേ അവിടെ നല്ലോണം ആക്കി വെച്ചിരിക്കുന്നത്. ഏതാ കഴിഞ്ഞ നമ്മളെ അല്ലേ സാലി നീ ഒന്ന് ഇതുണ്ടോ, ഇതാണൊക്കെ അളയാ, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. എൻജിൻ്റെ അകത്തുള്ള കറങ്ങുന്നത് ഇതിനകത്താണ് പിസ്റ്റൺ കണക്ട് ചെയ്യുന്നത്. ഇതാണ് കറങ്ങുന്നത്, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഇതിനകത്താണ് പിസ്റ്റണുകളൊക്കെ പിടിപ്പിക്കുന്നത്. പിസ്റ്റണുകളൊക്കെ പിടിച്ച് കറങ്ങത്തില്ലേ, ഇത് ഒരു എൻജിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ വന്നേരം ഇതുണ്ടാ, ഇത് ഇവരുടെ കംപ്ലീറ്റ് ടൂൾസാണ്. ആ മേളിൽ പൊങ്ങിയിരിക്കുന്നുണ്ട്, അതൊക്കെയാണ് പിസ്റ്റൺസ് എന്ന് പറയുന്നത്. ഇതൊക്കെ അവരുടെ ലെയ്ത്താ പഴയ. ഉണ്ടാക്കുന്നതിന് ആ ഒരു ടൂൾസാണ് റിപ്പയറിങ്. റോൾസ് റോയ്സിൻ്റെ ആ ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കണ്ടോ, ആ ഒരു പവർ കൊണ്ട് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. ആ ഒരു അത് തന്നെ കളിയാ. ആ ഒരു ഫ്ലൈ വീൽ ഉണ്ടല്ലോ കളിയാ, ആ ഒരു ഫ്ലൈ വീൽ കറങ്ങുന്ന പിസ്റ്റണാണ് ആ കാണുന്ന ആ ഒരു വലിയ എൻജിൻ ഉപയോഗിച്ചിട്ട്. അത് സ്റ്റീമാണെന്ന് തോന്നുന്നു, സ്റ്റീമിൻ്റെ പൈപ്പ് ലൈനാണ് വന്നിരിക്കുന്നത് കണ്ടോ. സ്റ്റീമിൻ്റെ പൈപ്പ് കണ്ടോളയാ. അപ്പോൾ ആ സ്റ്റീമിൻ്റെ ഉപയോഗിച്ച് ഇങ്ങനെ കറക്കുമ്പോൾ ഇത് വലിയ ഫ്ലൈ വീലാണ്. ഇത് ഭയങ്കര വെയിറ്റ് കറക്കുമ്പോൾ അത് കറക്കും ബെൽറ്റ് വഴി കണ്ടോളയാ. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ മെഷീനുകളും ഓപ്പറേറ്റ് ആകുന്നത് സ്റ്റീം വഴി. ഇലക്ട്രിസിറ്റി അല്ല, ഇലക്ട്രിക് മോട്ടറല്ല. അങ്ങനെ ഇത് പെട്ടെന്ന് കവർ കിട്ടിയായിരുന്നു. അതല്ല ഇത് നോക്ക്, ഈ ബൈക്ക് നോക്ക്, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മതി, പാന്തർ എന്നാണ് പേര് കേട്ടോ. ഇത് കണ്ടോ, ഇതെന്തുവാടാ, സിംഗിൾ സിലിണ്ടർ പക്ഷേ ട്വിൻ സൈലൻസർ. അതായത് 2 വാൽവ് എക്സോസ്റ്റിനുണ്ട് ഇതിന്, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഒറ്റ സിലിണ്ടർ എഞ്ചിനാണ് ഇത്, ഒറ്റ സിലിണ്ടർ എഞ്ചിനാണ്. നമ്മുടെ ജാവയൊക്കെ ഇല്ലേ, ജാവയൊക്കെ SD ഒക്കെ പോലെ, പുതിയ SD ഒക്കെ പോലെ. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് സ്പാർക്കേ ഇതെവിടെയാണ്, ഇതാണ് സ്പാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെയാണ് ഇതെന്നറിയാം, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ നോക്കിയോ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യത്തില്ലേ വണ്ടി, മാനുവലി സ്റ്റാർട്ട് ചെയ്യത്തില്ലേ. നമ്മൾ ഹൈബ്രിഡിനല്ല, സാധാരണ ഇപ്പം ഒരു കാറിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ മോട്ടർ ഇതിനകത്ത് എൻഗേജ് ചെയ്ത്, ഇതാണ് ഫ്ലൈ വീല്. ഈ ഫ്ലൈ വീല് കറങ്ങിയാണ് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫ്ലൈ വീല് കറങ്ങുമ്പോൾ ആ കറക്കി വിട്ടങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ആകാൻ തുടങ്ങും. അതിനെന്താ സ്പാർക്ക് പ്ലഗ് വേണ്ട,
ഇതുണ്ടോ ഈ സ്പാർക്ക് പ്ലഗ് ഉണ്ടോ, ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണിത്. മാരുതിക്ക് ഇതുണ്ട്, മാരുതി പഴയ സിസ്റ്റമാണ്. അതായത് ഇതിനകത്തുനിന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും ഇതിനകത്തൊരു സാധനം, അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു കറങ്ങുന്നതനുസരിച്ച് ഈ ഒരു മെയിൻ സ്പാർക്കിന് ഈ ഒരു എത്ര സിലിണ്ടറാണ് ആ ഒരു ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഇത് 2, 4, 6, 8 സിലിണ്ടറായത്. ഇതാണ് വാൽവുകൾ കണ്ടോ, അതിൻ്റെയൊക്കെ വാൽവ്സുകൾ കാര്യങ്ങൾ. പുഷ് റോഡുകൾ ചിലതൊക്കെ ആണെങ്കിൽ പുഷ് റോഡ് എന്നുണ്ടോ, പിസ്റ്റൺ ഇരിക്കുന്നുണ്ടോ, പിസ്റ്റൺ ലൈനറൊക്കെ ഇരിക്കുന്നുണ്ടോ, ഇതുണ്ടോ. ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നത്? ഇതുണ്ടോ, ഈ ഒരു ഗിയർ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ. ഈ ഒരു ഗിയർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? താഴെ വേം ഗിയർ വഴി. ഇത് പഴയ സിസ്റ്റമാണ്. അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഇതിന് ടൈമിങ് ചെയിനുകളൊക്കെ എന്ന് പറഞ്ഞാൽ ടൈമിങ് ചെയിനില്ല, ഇതിന് വേം ഗിയർ സിസ്റ്റമാണ്. പക്ഷേ ഇതിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ബെൽറ്റിൻ്റെ ഒക്കെ ഡ്രിവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പമ്പ്സെല്ലാം ഡ്രിവൻ ചെയ്ത് പറഞ്ഞാൽ വലിയ പുള്ളി 2 ബെൽറ്റ് ചെയ്ത് വെച്ചാൽ ഹെവി ബെൽറ്റാണ് ഇതിൻ്റെ പുള്ളികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കപ്പാസിറ്റർ ഇതിൻ്റെ ആ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. പഴയ ടൈപ്പ് ക്ലച്ചിൻ്റെ മെക്കാനിസമൊക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ബൈക്ക് ഉണ്ടല്ലേ, 12 ബൈക്ക്, നല്ല രസമുണ്ട്. ഇത് റോൾസ് റോയ്സിൻ്റെ എഞ്ചിനാണ് കേട്ടോ. ആ ഒരു പഴയ ടൈപ്പിലുള്ള ഫ്യൂസുകളൊക്കെ കണ്ടോ. റോൾസ് റോയ്സിൻ്റെ ആ ഒരു ടൈപ്പ് ഗ്രില്ല്. ലൈറ്റ് ഉണ്ട് ലൂക്കാസിൻ്റെ, വലിയ ലൈറ്റാണ്. ബെയറിങ്സുകൾ അതാ. ഇത് ഇവിടെ കയറ് കെട്ടിയിരിക്കുന്നിടത്തോട്ട് ഇനി ഇങ്ങനെ പോയെന്ന് ഇങ്ങനെ കൂടി എടുത്താൽ മതി. ഇതുകൂടി എടുത്തിട്ട് അങ്ങോട്ട് വരാം. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് വരാം. രാജാവിൻ്റെ മുദ്ര യുവരാജ്. ആയിരത്തി 1929 ഫാൻറ്റം ലിമോസിനാണ് ഈ കാണുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഹൂപ്പർ ആൻഡ് കമ്പനി ലിമിറ്റഡാണ് ഉണ്ടാക്കിയത്. ഈ ഹബ്ബ് കാണുന്നുണ്ടോ? അല്ലേ എന്ത് ആ മനുഷ്യൻ്റെ ഒരു കലാവിരുദ്ധേ സമ്മതിച്ചു കൊടുക്കണം അല്ലേ. ഹാൻഡ് മെയ്ഡാണേ, റോൾസ് റോയ്സ് പണ്ടേ ഹാൻഡ് മെയ്ഡാണേ. ആ ഇതുണ്ടാക്കുന്ന സാധനം നീ കണ്ടായിരുന്നു എങ്ങനെ? ഇതോ അവിടെ അതാ 1929 ഫാൻറ്റം ലിമോസിൻ്റെ വണ്ണാണിത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വില എത്രയെന്നറിയോ നിനക്ക്? ഇതിൻ്റെ വില എത്രയെന്നറിയോ? ഈ ഒരു മിനിമം ഇപ്പോൾ കൊടുത്താൽ തന്നെ 15 ലക്ഷം രൂപ കിട്ടും. ഈ ഒരു ലോഗോയ്ക്ക് 15 ലക്ഷം രൂപ കിട്ടും ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ. ഇതാണ്ടാ ഇതേതാ വേൾഡ് വാറിൽ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ ഹെഡ് കണ്ടോ? ഇൻഡിപെൻഡൻറ്റ് 3 സിലിണ്ടർ വെച്ചുള്ള ഹെഡാണിത്. ഇതാണോ വേൾഡ് വാറിൽ പങ്കെടുത്തതാണോ അത്?
ഒരു സ്മാരകമാണ് വേൾഡ് വാറിൽ പങ്കെടുത്തതിൻ്റെ. എന്താ പറയുന്നത്, അതൊക്കെ വരും, നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും. ജസ്റ്റ് ഒന്നുകൂടി ജസ്റ്റ് എടുത്തങ്ങ് പോയാലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്. ഇതെനിക്ക് ഇഷ്ടമാണ്. ഈ തടി ഇങ്ങനെ ഫ്രെയിം പണിഞ്ഞിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതിൻ്റെ അളവുകൾ കാര്യങ്ങൾ കണ്ടോ, ഇതുണ്ടാക്കത്തില്ലേ, മെറ്റലിൽ ഇങ്ങനെ അടിച്ച് അനീലിങ് ചെയ്ത് കൈ വെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. റോൾസ് റോയ്സ് ഇപ്പോഴും കഴിഞ്ഞില്ല. ഇപ്പോൾ BMW റോൾസ് റോയ്സ് ഇതുണ്ടോ, ഇതിൻ്റെ വീൽ ഹബ്ബുകളൊക്കെ ഇത് വീലിൻ്റെ കാര്യങ്ങളാണ്. ഇതൊക്കെ ടാങ്ക് കണ്ടോ, ആ ഒരു പെങ്കുച്ചി പണിയുന്നുണ്ടോ വണ്ടി. വി ടൈപ്പ് എഞ്ചിൻ നിർമ്മാണത്തിൽ റോൾസ് റോയ്സിൽ നിന്നുള്ള 12 സിലിണ്ടർ 27,000 cc എയർക്രാഫ്റ്റ് എഞ്ചിനാണ് വി ടൈപ്പ് എഞ്ചിനാണ് റോൾസ് റോയ്സ് മെർലിൻ. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിലെ നിരവധി പ്രധാന ബ്രിട്ടീഷ് അമേരിക്കൻ വിമാന മോഡലുകളുടെ പവർ യൂണിറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 1941 മുതൽ USA പക്കാർഡ് മോട്ടോർ കാർ കമ്പനിയുടെ ലൈസൻസിൻ്റെ കീഴിൽ പക്കാർഡ് മെർലിൻ V 1650 എന്ന പേരിൽ എഞ്ചിൻ നിർമ്മിച്ചിട്ടുണ്ട്. ആലിസൺ V 1710 സഖ്യകക്ഷികളുടെ വ്യോമസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു V എഞ്ചിനാണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. റോൾസ് റോയ്സ് മെർലിൻ എന്നാണ് ഇതിൻ്റെ പേര്. റോൾസ് റോയ്സ് മെർലിൻ 23 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ V എയർക്രാഫ്റ്റ് എഞ്ചിൻ ഡിസൈനിൻ്റെ ആ ഒരു യുണൈറ്റഡ് കിങ്ഡമിൽ നിന്നും ലഭ്യമായ യുണൈറ്റഡ് കിങ്ഡമിൻ്റെ ഡിസൈനോട് കൂടിയ ഒരു എഞ്ചിൻ്റെ ആ ഒരു ബ്രാൻഡ് ലോഗോ നമുക്ക് ലഭ്യമാവുന്നതാണ്. ഇതിൻ്റെ നിർമ്മാതാവെന്ന് പറയുന്നത് റോൾസ് റോയ്സ് തന്നെയാണ്. 1936 മുതൽ 1950 വരെ. ഇതാകെ 1,49,659 പീസ് എഞ്ചിനാണ് ഉണ്ടാക്കിയത്. യുദ്ധാനന്തരം വിവിധ പാസഞ്ചർ കാർഗോ വിമാനങ്ങൾ ഈ എഞ്ചിൻ കൊണ്ട് സജ്ജീകരിച്ചു കേട്ടോ. എന്നിരുന്നാലും മെർലിൻ സിവിലിയൻ ഉപയോഗം പരിമിതമായിരുന്നു. കാരണം അത് ശക്തവും എന്നാൽ വളരെ ഉച്ചത്തിലുള്ള ഭയങ്കര ശബ്ദമുള്ള ഒരു എഞ്ചിനായിരുന്നു. അക്കാലത്ത് റോൾസ് റോയ്സ് പാരമ്പര്യമനുസരിച്ച് മെർലിൻ എഞ്ചിനുകളുടെ ഫാൽക്കൺ എന്ന ഒരു ഇനം പക്ഷിയുടെ പേരാണ് ഇട്ടിരുന്നത്. അപ്പോൾ അല്ലാതെ എല്ലാവരും വിചാരിക്കും ഈ മെർലിൻ എന്ന് പറയുന്ന ഒരു മാന്ത്രികനായ ഒരു ഇടം പേരാണ് മെർലിൻ എന്ന് പറയുന്നത് ആക്ച്വലി യുണൈറ്റഡ് കിങ്ഡത്തിൽ. അതല്ല കേട്ടോ ആ ഒരു എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ ഫ്ലോർ മുതലുള്ള വീഡിയോ കവർ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, അനുവദനീയമല്ലായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ഞാൻ വളരെയധികം ധൈര്യം സംഭരിച്ചാണ് ഒരുവിധം ഈ ഒരു റോൾസ് റോയ്സിൻ്റെ കളക്ഷനെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തത്. ഇവരുടെ കയ്യിൽ അത്രത്തോളം കോടാനുകോടി രൂപയ്ക്ക് മേൽ വിലയുള്ള റോൾസ് റോയ്സിൻ്റെ കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട്. ഞങ്ങളീ നിൽക്കുന്നത് റോൾസ് റോയ്സ് ദ വേൾഡ്സ് ഫൈനസ്റ്റ് മ്യൂസിയത്തിലാണ്. പൂർണ്ണതയ്ക്കും ചാരുതയ്ക്കും വേണ്ടിയുള്ള ഒരു ആഗ്രഹ നിർവൃതിയാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത്. ഓസ്ട്രിയയിലെ റോൾസ് റോയ്സിൻ്റെ മിത്ത് ഐതിഹാസികമാണ്. ഗുണനിലവാരം, സൗന്ദര്യശാസ്ത്രം, സ്റ്റൈലിഷ് ആഡംബരങ്ങളുമായി പുതുതായി നവീകരിച്ച ഏറ്റവും മികച്ച റോൾസ് റോയ്സ് മ്യൂസിയമാണ് ഈ ഒരു ഓസ്ട്രിയയിലെ റോൾസ് റോയ്സ് മ്യൂസിയം എന്ന് പറയുന്നത്. ഇതിനേക്കാൾ സൂപ്പറായിട്ടുള്ള ഒരു മ്യൂസിയം കൂടി സ്വിറ്റ്സർലൻഡിലുണ്ട്. റോൾസ് റോയ്സ് ദ വേൾഡ് ഫൈനസ്റ്റ് മ്യൂസിയം എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു മ്യൂസിയമാണ് സ്വിറ്റ്സർലൻഡിലുള്ളത്. അവിടെയാണെങ്കിൽ വിമാനങ്ങളുടെ കളക്ഷൻസ് എല്ലാം ഒരുപാട് ഉണ്ട്. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള റോൾസ് റോയ്സ് ഷട്ടിൽ ഉപയോഗിച്ച്, അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ സ്വന്തം കാറിലോ ട്രെയിനിലോ ബസ്സിലോ വിമാനത്തിലോ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. അവരുടെ തന്നെ ഒരു ഷട്ടിൽ ഉപയോഗിക്കാനും പറ്റും നമുക്ക് കേട്ടോ. പല ഓപ്ഷൻസാണ് FFA മ്യൂസിയത്തിലേക്ക് എത്താൻ വേണ്ടി. അത് സ്വിറ്റ്സർലൻഡിലാണുള്ളത്. ഫ്ലുക്കാഫൻ സ്ട്രാസെ 1194-23 ആൾട്ടൺ ഹൈൻ, സ്വിറ്റ്സർലൻഡ്. ഇതാണ് അവരുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓസ്ട്രിയയിലെ ആ ഒരു മ്യൂസിയമാണ് കേട്ടോ. വളരെ മനോഹരമായ കാറുകളാണ് കാണാൻ പറ്റുന്നത്. ലൂക്കാസിൻ്റെ ഹെഡ്ലൈറ്റാണ്. ചിലതൊക്കെ മണ്ണെണ്ണയിലൊഴിച്ചിരിക്കുന്ന ആ ഒരു ഇതും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കാറുകളുടെ ഫൈനസ്റ്റ് ബോഡി ബിൽഡിങ്, ആ ഒരു വണ്ടിയുടെ നീളം തന്നെ അതിശയിപ്പിക്കുന്നതാണ്. ഇതാണോ കാറെന്ന് വിചാരിക്കും. നമ്മുടെ കാറുകൾ ഇതിൻ്റെ 4-1 ഉയരം, 4-1 വീതി, 4-1 പൊക്കം മാത്രമാണുള്ളത്. ഈവൻ ഒരു ടൂറിങ് സ്പോർട്സ് ആണെങ്കിൽ കൂടി, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത്, ഒരു വലിയ കാരവാൻ ബോർഡിൻ്റെ അത്രയും വലിപ്പമാണ് ഈ ഒരു കാറിനുള്ളത് കേട്ടോ. പക്ഷേ വളരെയധികം കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ബോഡി ബിൽഡ് ക്വാളിറ്റിയും
ഇതെന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാലും ഒരു പ്രശ്നമില്ല. അമ്മാരി ബിൽഡ് ക്വാളിറ്റിയുള്ള ഐറ്റം അടാറ് സാധനങ്ങളാണ് ഈ കിടക്കുന്നത് കേട്ടോ. റോൾസ് റോയ്സും നമ്മളുമായിട്ടൊരു കുടുംബമായിട്ടൊരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുടുംബത്തിലുള്ള ഒരാൾ ഈ റോൾസ് റോയ്സിൻ്റെ ബെസ്റ്റ് മെക്കാനിക്കായിരുന്നു എൻ്റെ ഉമ്മയുടെ വാപ്പ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ പഴക്കം ചെന്ന പല ടൂൾസുകൾ ഞാൻ ഇവിടെയും കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞിലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ടൂൾസ് ബോക്സുകൾ പിൽക്കാലത്ത് ഞാനാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു റോൾസ് റോയ്സിൻ്റെ കുറേ ജർമ്മൻ ടൂൾസുകളൊക്കെ കണ്ടായിരുന്നു ഞാൻ കേട്ടോ. ഇത് ആക്ച്വലി UK ബിൽഡാണെങ്കിലും ജർമ്മൻ ടൂൾസുകൾ ഒരുപാട് എൻ്റെ കുഞ്ഞിലെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോഴും ഞാനിപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു വാല്യുബിളായിട്ടുള്ള ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെയൊക്കെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പിൽക്കാലത്ത് അതിൻ്റെയോടുള്ള ഏറ്റവും കമ്പം കൂടി നടക്കുന്ന ഒരാൾ ഞാനാണ്. ആ കുടുംബത്തിൽ കാറിനോട് ഇത്രയധികം ക്രൈസുള്ള ഒരു വ്യക്തി ഞാൻ മാത്രമാണുള്ളത് കേട്ടോ. അതിന് വേറെ എല്ലാവരും പല രീതിയിൽ നല്ല രീതിയിൽ ഉയർന്ന മേഖലകളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും ഞാൻ മാത്രമാണ് ഈ കാർ ഭ്രാന്തായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു എവിടെയൊക്കെ റോൾസ് റോയ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മ്യൂസിയങ്ങളുണ്ടോ അവിടെ ഇങ്ങനെയെല്ലാം ഞാൻ പോയിട്ട് പഴയ കാറുകൾ, അതിൻ്റെ മീറ്ററിങ്, കൺസോളുകൾ, ഇതെല്ലാം ഞാൻ പോയി അതിൻ്റെ വിവരങ്ങൾ, ഡാറ്റാസ് എല്ലാം ഞാൻ ശേഖരിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഓസ്ട്രേലിയ ഈ ഒരു കോർണറിലെത്തിയത്. ആരും അങ്ങനെ എത്തുന്ന സ്ഥലമല്ലത്, ഇത്തിരി ഉൾനാടൻ പ്രദേശമാണിത് കേട്ടോ. അവിടെ എത്തി ഇതൊരു പ്രൈവറ്റ് കളക്ഷനായിരുന്നു. ഇവിടുത്തെ ഹോണുകളൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത് ഈ റോൾസ് റോയ്സിൻ്റെ ഒരു ഹോണുകളെന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ രീതിയിലുള്ള വളരെ വലിയ ഹോണുകളാണ്. അറ്റത്ത് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാമ്പ് എങ്ങനെയാണോ പാമ്പിൻ്റെ അറ്റത്ത് നിന്ന് ശബ്ദിക്കുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഫൈനസ്റ്റ് കളക്ഷൻസ് ആണത് ഈ ഒരു റോൾസ് റോയ്സ് തന്നെ കണ്ടോ. അതിൻ്റെ നീളം നോക്കിക്കേ, അതിൻ്റെ ആ ഒരു ഉയരം നോക്കിക്കേ, എന്ത് കലയാണെന്ന് നോക്കിക്കേ. ലൂക്കാസിൻ്റെ ആ ഹെഡ്ലൈറ്റാണ്. നമ്മൾ പിൽക്കാലത്ത് നമ്മൾ റോയൽ എൻഫീൽഡിന് ലൂക്കാസിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട സൈഡിലത്തെ ആ വീലൊക്കെ കണ്ടോ, അതിൻ്റെ ഉയരമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അകത്തേക്കൊന്ന് കയറണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഇത് ഒരു കാര്യം പറയട്ടെ, ഇത് തടിയിലൂടെയാണ് ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളുടെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ ബോഡി പണിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്ത് കുറേ സിറ്റിങ് ചെയ്യാനുള്ള, റിലാക്സ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ആരും തന്നെ ഇല്ല. കാരണം കുറേ പേര് ഇവിടെ കയറാതെ ബൈപ്പാസ് ചെയ്ത് പോകാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കളക്ഷൻ സെൻറ്ററിൻ്റെ ഈ ഒരു ഭാഗത്ത് ക്യാമറയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് തന്നെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാറുകൾ, കുഞ്ഞു കാറുകൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള ആകെയുള്ള കാറുകളുടെയൊക്കെ ആ ഒരു മോഡൽസുകൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹോണിൻ്റെ നീളം ഒന്ന് നോക്കിക്കേ, കിട്ടില്ലേ. അവന് ഈ ഹോണിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ വിളമ്പിയത്. അത് മാത്രമല്ല ഈ ഒരു സ്റ്റിയറിംഗ് വീലുകളൊക്കെ ഒറിജിനൽ ഹാൻഡ് മെയ്ഡ് സ്റ്റിയറിംഗ് വീലുകളാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഐറ്റംസുകൾ, പാവകൾ, ഇങ്ങനെ പലതരത്തിലുള്ള റോൾസ് റോയ്സിൻ്റെ ഐറ്റംസുകൾ, എൻജിൻസുകൾ, തയ്യൽ മെഷീനുകൾ, ഇങ്ങനെ റോൾസ് റോയ്സിനെ സംബന്ധിച്ചുള്ള എല്ലാവിധമായ ഉപകരണങ്ങൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളുടെ വരാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ആ ചോക്ലേറ്റ് ഫാക്ടറി ചെന്നപ്പോൾ പോലും റോൾസ് റോയ്സിൻ്റെ സ്റ്റീം എൻജിൻ എനിക്ക് അവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഏകദേശം ആ ഒരു മോഡൽ ഉപയോഗിച്ച് ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നാലോചിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിയത്തിൽ നിന്നും വീണ്ടും വിട പറയാൻ ടൈമായിരിക്കുകയാണ്. നമ്മൾക്ക് ഉള്ള സമയം അവസാനിച്ചു. ഈ കാണുന്നത് എൻ്റെ കൈയാണ്, കാരണം ഇത് മറച്ചു വെച്ചിട്ടാണ് ഞാനിത് താഴേക്ക് പോകുന്നത്. അപ്പോൾ റോൾസ് റോയ്സ് മുതലായ വളരെ ഗംഭീര വാഹന നിർമ്മാതാക്കളുടെ ഉത്തുംഗങ്ങൾക്ക് ഒരിക്കൽ കൂടി നമോവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട്, 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട്, റോൾസ് റോയ്സിൻ്റെ ആ ഒരു ലോഗോ താണ്ട വലിയ ഒരു ലോഗോ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന് ലക്ഷങ്ങൾ രൂപ വിലയുള്ള, വളരെയധികം ലക്ഷങ്ങൾ വിലയുള്ള ആ ഒരു ലോഗോ ആയിരുന്നു എൻ്റെ മുമ്പിലുള്ളത്, വലിയൊരു പ്രതിമ പോലെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും വിട പറയുകയാണ്. ഡോക്ടർ അഹമ്മദ് ശശാജി സൈനിങ് ഓഫ് ഫ്രം ആസ്ത്രിയ. റോൾസ് റോയ്സ് മ്യൂസിയം നിങ്ങളെല്ലാവരും ജീവിതത്തിൽ വിസിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് തിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡിലെ ആ ഒരു വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു ഫോർ വാച്ചിങ് ഇലക്ട്രോ മറൈൻ മാനിയ. നാട്ടിൽ ഹോളന്തിലടിക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട്
Right.